നമസ്കാരം കുമാർജി. ഗണേഷ് കുമാറാണ് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത്. പുതിയ അവിഹിതമായിട്ട് ഗണേഷ് കുമാർ വന്നിരിക്കുകയാണ്. അതായത് അദ്ദേഹം പറയുന്നത് തനിക്ക് 5000-ഓളം പ്രണയങ്ങളുണ്ട്, അതിൽ എന്താണ് കുഴപ്പം, അതിൻ്റെ പേരിൽ ഭാര്യ ഇടപെട്ടാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് തല്ല് കിട്ടും, പേഴ്സണൽ വിഷയങ്ങളൊന്നും കൂടുതൽ എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന തരത്തിലാണ് മാധ്യമങ്ങൾക്ക് മുന്നേ വന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്കിതിൽ പറയാനുള്ളത്? അല്ല, അദ്ദേഹം പ്രണയിക്കുന്നതാണ് ഭാര്യ കണ്ടത് എന്നാണ്, മറ്റൊരാളുമായി പ്രണയിക്കുന്നതാണ് ഭാര്യ കണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ, ഇത് നാട്ടുകാരറിയേണ്ട കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. 5000-ഓളം പ്രണയങ്ങൾ തനിക്കുണ്ട്, നെഹ്റു പ്രേമിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർ പ്രേമിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് പ്രണയമില്ലേ എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. ഇത് എന്താണ്, കയ്യോടെ പിടിക്കപ്പെടുമ്പോൾ പറയാൻ പറ്റുന്ന ന്യായങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗണേഷ് കുമാറിന് ഈ പറയുന്ന പോലെ അല്പം തൊലിക്കെട്ടി കൂടുതലാണ്, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി പറയാൻ കഴിയും, അല്പം ധൈര്യം കൂടുതലാണ് അദ്ദേഹത്തിന്. ഈ സാധാരണ രാഷ്ട്രീയക്കാരന്മാർ ഇതൊക്കെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുമല്ലോ, അങ്ങനെ പാടുപെട്ട് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവൊന്നുമല്ല അദ്ദേഹം. പറയാനുള്ളത് വെട്ടി തുറന്ന് പറയും എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇവിടെയും അദ്ദേഹം വലിയൊരു പ്രണയത്തിൻ്റെ മറ ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രണയത്തിൻ്റെ മറ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിടുകയാണ്, അദ്ദേഹം അത് ചിന്തിക്കട്ടെ. പക്ഷേ നടന്ന കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാളകത്തെ കുടുംബ വീട്ടിലേക്ക് വരുന്നു. അവർ വരുന്നത് തന്നെ അവർക്ക് രഹസ്യ വിവരം ലഭിച്ചിട്ടാണ് എന്ന് പറയുന്നു. അതായത് ഗണേഷ് കുമാറും മറ്റൊരാളും ആ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വരുന്നു. വരുമ്പോൾ ഗണേഷ് കുമാറിനെ കൈയോടെ പിടിക്കുന്നു, അവരുടെ ആ ഫോൺ ഉപയോഗിച്ച് ഈ ചിത്രങ്ങളെല്ലാം പകർത്തുന്നു. അതിനുശേഷം ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുണ്ടാകുന്ന സംഘർഷം, അതാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ പ്രണയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. പക്ഷേ അങ്ങനെ പ്രണയിച്ചത് കണ്ട ഭാര്യ, പ്രണയിക്കുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ എന്താണ് വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ആരും കയറി ചെല്ലണ്ട എന്ന അഭിപ്രായമുള്ള മന്ത്രി എന്തിനാണ് ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത്? അതും തൻ്റെ ഒപ്പമുള്ള 2 കിങ്കരന്മാരെ ഉപയോഗിച്ച് അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്തിനാണ്? അവർക്ക് 112-ൽ വിളിച്ച് പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഈ പോലീസ് എന്തുകൊണ്ടാണ് ഈ സഹായ അഭ്യർത്ഥന വന്ന സ്ത്രീയുടെ അഭ്യർത്ഥന മാനിക്കാതെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മന്ത്രിയാണ് എന്ന് കണ്ടുകൊണ്ട് പിൻവാങ്ങിയത്? ഈ പറയുന്ന ഭാര്യ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ പോലീസ് ആരോട് ഉത്തരം പറയുമായിരുന്നു? അപ്പോൾ ഈ രീതിയിൽ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഇയാൾ പ്രണയിക്കുകയോ പ്രണയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിൻ്റെ പേരിൽ ഇതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ആ സ്ത്രീയെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി 2 ഗുണ്ടകളെ അയക്കുന്നു. എങ്ങനെയെങ്കിലും ആ ഫോൺ കൈക്കലാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന് അവരെ രക്ഷിക്കാനുള്ള പോലീസുകാരെ അതിൽ നിന്ന് തടയുന്നു. മന്ത്രി എന്ന ജനങ്ങൾ കൊടുത്തിട്ടുള്ള മന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്ത്രീക്ക് നേരെയുള്ള അതിക്രമം നടത്തുന്നതും ആ അതിക്രമത്തിൽ നിന്നും പോലീസ് തടയാനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിൻവലിപ്പിക്കുന്നതുമെല്ലാം. ഇത് ആദ്യത്തെ സംഭവമല്ല. യാമിനി തങ്കച്ചി മുൻ ഭാര്യയ്ക്ക് നേരെയും ഈ രീതിയിലാണ്, കടുത്ത ശാരീരിക ഉപദ്രവങ്ങളായിരുന്നു യാമിനി തങ്കച്ചിക്ക് നേരെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നേ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തും ഗണേഷ് കുമാർ ഇത്തരമൊരു അധികാരം ഉപയോഗിച്ചാണ് അന്ന് രക്ഷപ്പെട്ടത്. അന്ന് ഉമ്മൻചാണ്ടി ഇദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിക്കുവാനൊക്കെ ശ്രമിച്ചു. പിന്നെ അവസാനം ഉമ്മൻചാണ്ടിക്ക് നേരെ പോലും തൻ്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്നൊക്കെ പോലും പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഗണേഷ് കുമാറിന് ഒരു മടിയുമില്ല, ഒരു ഉളുപ്പുമില്ല. മറ്റേ മുകളിൽ കുറ്റം ചാരി വെച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പുമില്ല. അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ പോലും അതിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നുണ്ട് ഗണേഷ് കുമാർ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കുമാർജി പറഞ്ഞ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അതായത് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഏറ്റവും ശക്തമായി എല്ലാവർക്കും, മന്ത്രി എന്ന പ്രിവിലേജിനപ്പുറം ഈ ഒരു ഭാരതീയനായ ഒരു പൗരന് വളരെ കൃത്യമായിട്ട് അവൻ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിയമപരമായി അവൻ ജീവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു സഹജീവിക്കുമുള്ള ഭാര്യയാണെങ്കിലും അവർക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള അവകാശം മന്ത്രിക്കില്ല. അതെ, ആ ആക്രമണത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തെ അല്ല. ഈ കാര്യം ആരോപണങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പ്രണയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വിശദീകരണമേ അല്ല. നമ്മൾ ചോദിക്കുന്ന വിശദീകരണം ആ സ്ത്രീയെ എന്തിനു ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ആ സ്ത്രീക്ക് അടിയന്തര സഹായം
എത്തിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ എന്തിനവിടെ നിന്ന് പിന്മാറ്റി, രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് പിന്മാറ്റിച്ചു? ഇതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ 2 ഡയലോഗ് പറഞ്ഞ് കേരളത്തിലെ അന്തംകമ്മികളുടെ ഹീറോ ആയി നിൽക്കുകയാണ് ഗണേഷ് കുമാർ. എയിംസിനെ കുറിച്ചൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനമൊക്കെ നടത്തി. സുരേഷ് ഗോപി അതിന് ചുട്ട മറുപടി തന്നെ നൽകിയിട്ടുണ്ട്. ആ മറുപടിയും പിന്നീട് വിവാദമാകുന്നു. ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ ഒരു ഭാഷ MP ഉപയോഗിക്കാൻ പാടുണ്ടോ, മന്ത്രി ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നിങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വിചാരണ ചെയ്തതാണ്. അതേ ആൾ തന്നെയാണ്, അതേ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഹീറോയായി മാറിയ ആൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം നൽകുന്നത്. അതായത് താൻ എന്ത് വേണമെങ്കിലും ചെയ്യും, തനിക്കെതിരെ ഒരു ചോദ്യവും ഉണ്ടാകാൻ പാടില്ല. താങ്കളുടെ പ്രണയത്തെ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു വനിതയും അതുപോലെ തന്നെ ഗണേഷ് കുമാറിനെയും ചേർത്ത വാർത്തകളുണ്ടായിരുന്നു. ആ വനിതയ്ക്ക് നിരവധി തവണ പരോളുകൾ ലഭിച്ചു. അതിൻ്റെ പിന്നിൽ ഗണേഷ് കുമാറാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ ആരോപണം ശരിയാണെങ്കിലും ഇല്ലെങ്കിലും ഞാനതിനെ തള്ളിക്കളയുന്നു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഒരു മാടമ്പിത്തരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അല്ല, ഇന്നലെയും അങ്ങനെയാണല്ലോ. ഈ നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ, NSSൻ്റെ താലൂക്ക് യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ അച്ഛനാണ്, അത് മുഴുവൻ എൻ്റെ അച്ഛൻ്റെ സ്വത്താണ് എന്നൊക്കെ ഇന്നലെ ആ ഒരു മാടമ്പിത്തരത്തോടു കൂടിയാണ് ഗണേഷ് കുമാർ എല്ലാ വിഷയങ്ങളെയും നേരിട്ടുള്ളത്. ഇതിനിടയിൽ ഇദ്ദേഹത്തിന് ഈ അണ്ടർഗ്രൗണ്ടിൽ ചില പരിപാടികളുണ്ട് എന്നുള്ള അല്ല, അത് നമ്മൾ ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് ഈ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഗണേഷ് കുമാർ ഈ പറഞ്ഞതിൽ ഇപ്പോൾ ഇത്രയധികം വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇങ്ങോട്ട് കയറി ചൊറിയാൻ വരണ്ട എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എൻ്റെ ശത്രു എപ്പോഴും എൻ്റെ വീട്ടിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോഴും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ പറയുന്ന അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം പല പരാതികൾക്കിടയിലും ഗണേഷ് കുമാറിനെ കുറിച്ച് രസകരമായ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഞാൻ നേരത്തെ താങ്കളുമായി പങ്കുവച്ചത്. അതായത് ഈ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കായൽ തീരത്തുള്ള ഒരു റിസോർട്ട്, ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് റിസോർട്ടിലെ ചില ആളുകളൊക്കെ ബോട്ട് സവാരി നടത്തുന്ന സമയത്ത് കായലിൻ്റെ ഒരു ഭാഗം കയറ് കെട്ടി അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന രീതിയിൽ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ ആ കായലിൻ്റെ അടിത്തട്ടിൽ ഒരു അന്തർവാഹിനി കണക്കെ ഒരു ബോട്ടുണ്ട്. അതായത് കായലിൻ്റെ അടിത്തട്ടിൽ മുങ്ങിക്കിടക്കാൻ കഴിയുന്ന ഒരു ബോട്ടുണ്ട് അത്രേ. അത് വൻ ചിലവാണത്രേ ആ ബോട്ടിന്. ആ ബോട്ട് അവിടെയുണ്ട്. ആ ബോട്ട് ഗണേഷ് കുമാറിൻ്റേതാണ്. ഗണേഷ് കുമാർ മാത്രമല്ല, സിനിമാ രംഗത്തെ പല പ്രമുഖരുമൊക്കെ ഈ ബോട്ടിൻ്റെ ഉടമസ്ഥരായിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് കായലിൻ്റെ അടിത്തട്ടിൽ ഒരു ബോട്ട്, നമ്മൾ ഈ അന്തർവാഹിനിയൊക്കെ പറയുന്നത് പോലെ ഒരു ചെറു അന്തർവാഹിനി ഉണ്ടത്രേ. നമുക്കറിയില്ല കേട്ടോ, അങ്ങനെ ഒരു അന്തർവാഹിനി സാധ്യമാണോ, അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടോ ഒന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ബോട്ട് അടിയിൽ കിടപ്പുണ്ടെന്നും ആ ബോട്ട് ഗണേഷ് കുമാറിന് വേണ്ടിയിട്ടുള്ളതാണെന്നും അവിടെ ഇത്തരത്തിലുള്ള പ്രണയങ്ങളൊക്കെ നടക്കാറുണ്ട് എന്നുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗണേഷ് കുമാർ തന്നെ ഇപ്പോൾ ഞാൻ പ്രണയിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമുക്കറിയില്ല അങ്ങനെ ഒരു മിനി അന്തർവാഹിനി ഉണ്ടെന്നും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അത് നമ്മുടെ ഈ കായലിലും അതുപോലെ തന്നെ പുഴയുടെ അടിയിലും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അതിനടിയിൽ ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഒക്കെ നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ശ്രുതികൾ വരുന്നുണ്ട്. അതിനെയൊക്കെ പിന്താങ്ങുന്ന രീതിയിലാണ് ഇന്നത്തെ ഗണേഷ് കുമാറിൻ്റെ കുറ്റസമ്മതവും. അതെ, തീർച്ചയായിട്ടും ഇദ്ദേഹം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ തന്നെ അന്തർവാഹിനിക്കകത്ത് കുറച്ച് ദിവസമെങ്കിലും പോയിട്ട് വരും. നേരത്തെ മുൻ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെയുള്ള നിരന്തര മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിധേയമായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ് ഇദ്ദേഹത്തെ വന്ന് തല്ലുകയും പിന്നെ തല്ലിയതിന് ശേഷം മോന്തയൊക്കെ പല ഷേപ്പിലേക്ക് മാറുകയും അതിനുശേഷം കുറച്ച് കാലമൊന്നും ഗണേഷ് കുമാറിനെ കുറിച്ച് വലിയ അഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും കൂടെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ഇദ്ദേഹം. പിന്നെ നേരത്തെ കുമാർജി എന്നെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് എന്ത് പറയുന്നതിനും ഒരു മടിയുമില്ല. ആരെക്കുറിച്ചും എന്തും പറയും. ഇപ്പോൾ ഇടതുപക്ഷത്തിലായിരിക്കുമ്പോൾ കോൺഗ്രസ്സിലായിരിക്കുമ്പോഴാണ് അന്ന് VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായി വിളിച്ചത്. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് സംസാരിച്ചും സുരേഷ് ഗോപി വളരെ മോശമായ രീതിയിൽ പറഞ്ഞു. അതൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. ഈ ആലപ്പുഴയിൽ എയിംസ് വരുമോ എന്ന് മാത്രമല്ല ചോദിച്ചത്, അത് മറ്റൊരു രീതിയിലാണ് ചോദിച്ചത്. അത് വീട്ടുകാരെ പറയുന്ന രീതിയിലൊക്കെ പോലെയാണ് ചോദിച്ചത്. അങ്ങനെ ആ രീതിയിൽ ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു മകൻ എന്ന നിലയിൽ സുരേഷ് ഗോപി നല്ല കുറുക്കി കൊള്ളുന്ന മറുപടി തന്നെ കൊടുക്കുകയും ചെയ്തു. അത് കൃത്യമായി ഗണേഷ് കുമാർ കേൾക്കാൻ അർഹനുമാണ്.
പക്ഷേ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇത്, സകല തൊലിക്കട്ടിയും ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം വിഷയങ്ങളെ ഇങ്ങനെ സമീപിക്കും. എന്തായാലും ഈ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ഒരു സ്ത്രീക്ക് നേരെ ആക്രമണം നടത്തി, അതും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു മന്ത്രി കേരളം ഭരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല. അദ്ദേഹത്തെ ഒരു കാരണവശാലും നിയമസഭയിൽ എത്തിക്കാൻ പാടുള്ളതല്ല. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.